വെൽക്കം ടു റീൽ സൈക്കോ. അപ്പോൾ നിങ്ങൾ ആനിമെ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആനിമെ കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. ആനിമെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ആനിമെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളെ ഫാമിലി ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ റീൽസ് കണ്ടതായിരിക്കാം, യൂട്യൂബ് ഷോർട്സ് കണ്ടതായിരിക്കും, ആനിമെ ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മേ ബി അതൊരു കാർട്ടൂണാണ് എന്ന് വിചാരിച്ച് കാണാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ആനിമെ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇപ്പോൾ ബെൻടെൻ ഒക്കെ പോലും നമ്മൾ ടോപ്പായിട്ട് പണ്ട് കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂണാണ്. പക്ഷെ അത് ഒരു കാര്യം, നമ്മൾ പണ്ടാണ് കണ്ടത്. ഇപ്പോൾ കണ്ടാൽ മേ ബി നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പല എലമെൻസും, കാരണം അത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷേ ആനിമെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു 50 വയസ്സുള്ള ആൾക്കാരാണല്ലോ, 60 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് ആനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും പിള്ളേരെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പല ആനിമേസും എന്താ പറയുക, അതുപോലെ ബ്രൂട്ടലായിട്ടുള്ള ആനിമേസാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജാപ്പനീസ് ആനിമേഷൻ, അതിൽ മൂവീസും സീരീസും എല്ലാം തന്നെ വരും. അപ്പം ഞാൻ പറയും, നിങ്ങൾ എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ പറയത്തുള്ളൂ. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ഈസിലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് തന്നെ പോയി ഏറ്റവും ബെസ്റ്റ് ആനിമ ഏതാണെന്ന് പറഞ്ഞ് എടുത്ത് നോക്കി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി എപ്പിസോഡ്സും കാണും, നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ആനിമയുടെ പേര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ കണ്ടത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും ഇഷ്ടം. എന്നെ അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ തീമാണല്ലോ ഇഷ്ടം. ചിലർക്ക് മിസ്റ്ററി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടം, ചിലർക്ക് ആക്ഷൻ, ചിലർക്ക് കോമഡി. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ആനിമയുടെ പേര് പറയാം. ഒന്ന് മിസ്റ്ററി, ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് ഡെത്ത് നോട്ട് എന്ന് പറയുന്നത്. ഇതിനെല്ലാം പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും സെപ്പറേറ്റ് ചാനലിൽ, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക്സ് പറഞ്ഞുവിടാം. ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ, ഇൻ്റലിജൻസ് ബാറ്റിൽ, നമ്മളൊരു ഷെർലക് ഹോംസ് ഒക്കെ കാണുന്ന ഒരു രീതിയിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഡെത്ത് നോട്ട്. നിങ്ങൾക്ക് ആക്ഷനാണ് ഇഷ്ടം, ഭയങ്കര ആക്ഷനായിട്ട് കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ആക്ഷൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമാണുള്ളത്. ഒന്ന് ബ്ലാക്ക് ക്ലോവറും ഒന്ന് ഡീമൺ സ്ലെയറും. രണ്ട് തീമാണ്. പക്ഷെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതിനെപ്പറ്റിയുള്ള ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ആക്ഷൻ ത്രില്ലർ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ഓൺ ടൈറ്റൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാം ഒരു പുതിയ സീരീസുകളാണ്. പുതിയ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ടൈം ഗ്രേറ്റ് എന്ന് പറയുന്ന ഡെത്ത് നോട്ട് ഓൾറെഡി ഓൾ ടൈം ഗ്രേറ്റ് ആണ്. ബാക്കി 3 കുറച്ച് പുതിയ സീരീസുകളാണ്. പക്ഷേ സം ഓഫ് ദി ബെസ്റ്റ് മോസ്റ്റ് ഫാൻസ് ഉള്ള സീരീസ് തന്നെയാണ്, ഫേമസ് ആണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ റീൽസ് ഷോർട്ടൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഏത് ആനിമ ആണെങ്കിലും നിങ്ങളൊരു 3 എപ്പിസോഡ് ഫസ്റ്റ്, അതിപ്പം ആനിമ ആണല്ലോ ശരി, സീരീസ് ആണല്ലോ ശരി, എന്ത് സാധനമാണെന്ന് പറഞ്ഞാലും കുറേ എപ്പിസോഡ്സ് ഉള്ളതാണെങ്കിൽ അവർ വേൾഡ് ബിൽഡിങ്ങും ഇതിന് സമയമെടുക്കും, ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ അവർ സമയമെടുക്കും. അവരുടെ ക്രിയേറ്റേഴ്സിന് കാണിക്കാനുള്ള കാര്യങ്ങൾ ഒരു ബിഗ് ക്യാൻവസിൽ കാണിച്ചു തരാനായിട്ട് 3 എപ്പിസോഡെങ്കിലും വേണം. അതാണ് എൻ്റെ ഒരു റൂള്. ഫസ്റ്റ് 3 എപ്പിസോഡ്സ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ജഡ്ജ് ചെയ്യുക. ഓക്കെ, അപ്പം ബാക്കി ഞാൻ ഇടുന്നതായിരിക്കും. ഇത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ 4 ആനിമേസിൻ്റെയും ഫുൾ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ചെറിയതായിട്ട് സ്റ്റോറി റിവ്യൂ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ എന്താണല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.